ഗോവയുടെ തലസ്ഥാനമായ പനാജിയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ തീരദേശ സ്ഥലമാണ് ഡോണാപൗള. അറബിക്കടലിൻ്റെ അത്ഭുതകരമായ കാഴ്ചകൾ ആസ്വദിക്കാനാകുന്ന ഒരു വീക്ഷണ കേന്ദ്രമായി ഡോണാപൗള അറിയപ്പെടുന്നു. ഇവിടുത്തെ സൂര്യോദയവും സൂര്യാസ്തമയവും സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ്. ഫോട്ടോഷൂട്ടിനായി തയ്യാറാക്കിയ ക്രിസ്മസ് അലങ്കാരങ്ങൾ നോക്കൂ, എത്ര മനോഹരമാണ്. ഡോണാപൗള എന്ന പേരിനു പിന്നിൽ ഒരു പ്രണയകഥയുണ്ട്. പോർച്ചുഗീസ് ഭരണകാലത്ത് ജീവിച്ചിരുന്ന ഡോണാപൗള എന്ന യുവതിയുടെ ദുഃഖകരമായ കഥയാണ് ഇതുമായി ബന്ധപ്പെട്ടത്. പ്രണയ നൈരാശ്യം മൂലം അവർ സമുദ്രത്തിൽ ചാടി ജീവൻ നഷ്ടപ്പെടുത്തി എന്നതാണ് ജനവിശ്വാസം. ഈ കഥയാണ് ഈ സ്ഥലത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത്. ഇന്ന് ഡോണാപൗള ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ നിന്ന് ബോട്ട് റൈഡുകളും വാട്ടർ സ്പോർട്സും ആസ്വദിക്കാം. പാരാസെയിലിംഗ്, ജെറ്റ് സ്കീ തുടങ്ങിയ വിനോദങ്ങൾ യുവാക്കളെ ഏറെ ആകർഷിക്കുന്നു. ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും അനുയോജ്യമായ ഇടങ്ങളിൽ ഒന്നാണിത്. നിരവധി ഇന്ത്യൻ സിനിമകളുടെ ചിത്രീകരണവും ഇവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ലവേഴ്സ് പാരഡൈസ് എന്നും അറിയപ്പെടുന്നു. ഇവിടെ നിന്ന് കടലിൻ്റെ അഗാധ നീലിമയിലേക്ക് നോക്കുമ്പോൾ മനസ്സിന് വലിയൊരു കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. സമുദ്രത്തിൽ നിന്നും ആഞ്ഞു വീശുന്ന കുളിർക്കാറ്റ് നമ്മെ തഴുകി തലോടുന്നു. മണ്ടോവി, സുവാരി എന്നീ നദികൾ സംഗമിക്കുന്ന സ്ഥലങ്ങളും ഇവിടെ നിന്നുകൊണ്ട് ഭംഗിയായി കാണാൻ കഴിയുന്നുണ്ട്. സമുദ്രതീരത്തിനടുത്ത് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഈ ഉയർന്ന ഭൂഭാഗത്ത് ഏതു സമയവും സന്ദർശകരുടെ തിരക്കാണ്. ജർമ്മൻ ആർട്ടിസ്റ്റ് ബാരോണസ് നിർമ്മിച്ച ഇമേജ് ഓഫ് ഇന്ത്യ എന്ന ശില്പം, മദർ ഇന്ത്യയും യങ് ഇന്ത്യയും ചേർന്നൊരു ശില്പം. മഴക്കാലത്ത് തിരമാലകൾ കൂടുതൽ ശക്തമാകുമ്പോൾ ഇവിടെ കാണുന്ന സമുദ്രദൃശ്യം അതീവ ഭംഗിയുള്ളതായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വശങ്ങളിലെ പാറകളിൽ തിരമാലകൾ വന്നിടിച്ചുണ്ടാകുന്ന ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവാണ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലം. സൗന്ദര്യം, ചരിത്രം, പ്രണയകഥ, വിനോദം എല്ലാം ഒരുമിച്ച് അനുഭവിക്കാനാകുന്ന സ്ഥലമാണ് ഡോണാപൗള. എത്ര കണ്ടാലും മതിവരാത്ത ഒരനുഭവം. ഗോവ സന്ദർശിക്കുന്ന സഞ്ചാരികൾ നിർബന്ധമായും കാണേണ്ട സ്ഥലങ്ങളിലൊന്നായി ഈ സ്ഥലത്തെ നമുക്ക് അടയാളപ്പെടുത്താം. ഡോണാപൗളയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഇത്തരം കൊച്ചു ഉപദ്വീപുകളും കാണാൻ ഏറെ സുന്ദരമാണ്. ഡോണാപൗളയുടെ പ്രണയസ്മരണകൾ ഉണർത്തുന്ന ഷെല്ലുകളിൽ നിർമ്മിച്ച പലതരം കരകൗശല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കൊച്ചു കടകൾ ഇവിടേക്ക് കടന്നു വരുന്ന വഴികളിലുടനീളമുണ്ട്. പ്രകൃത്യാ ഉള്ള ഈ ഒരു പ്രദേശത്തെ സഞ്ചാരികളുടെ സൗകര്യത്തിനായി നല്ല നിലയിൽ രൂപകൽപ്പന നടത്തിയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്കും വൃദ്ധന്മാർക്കും വരെ നടന്നു കയറാവുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഗോവയുടെ വിശേഷങ്ങൾ ഇനിയും ഒട്ടേറെ പങ്കുവയ്ക്കാനുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദേവ് ട്രാവൽ വേൾഡിൻ്റെ 201ാമത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.